സ്വാഗതം. നമുക്ക് ഇന്ന് 0-π/2 ഇന്റഗ്രൽ 0-π/2 sin x by sin x പ്ലസ് cos x dx. ഇത് നമ്മുടെ ഇന്റഗ്രൽ പ്രോപ്പർട്ടിയായി ബന്ധപ്പെട്ടൊരു കണക്കാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ, നമുക്ക് ഈ തന്നിരിക്കുന്നതിന് ഐ എന്നെടുക്കാം. അതായത് ലെറ്റ് ഐ ഇസ് ഈക്വൽ ടു തന്നിരിക്കുന്നത് ലെറ്റ് ഐ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0-π/2 sin x ഡിവൈഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഈ കണക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഡി എക്സ് ഈ തന്നിരിക്കുന്നതിന് നമ്മൾ എന്തെടുക്കുന്നു? ഐ എന്നെടുക്കുന്നു. ഇക്വേഷൻ നമ്പർ എത്രയും എടുക്കുന്നു? 1 എന്നും എടുക്കുന്നു. ഇനി നമ്മൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പോകുന്നു. ഏത് പ്രോപ്പർട്ടിയാണ്? നാലാമത്തെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാം. എന്താ നാലാമത്തെ പ്രോപ്പർട്ടി? ഇന്റഗ്രൽ 0-a fx dx is equal to ഇന്റഗ്രൽ 0-a f of a minus x dx. അതായത് ഇങ്ങോട്ട് എഴുതി കാണിക്കാം. അതായത് ഇന്റഗ്രൽ 0-a fx dx ഇതിന് ഈക്വൽ ആയിട്ടുള്ളതാണ് ഇന്റഗ്രൽ 0-a f of a minus x dx. ഇതാണ് നമ്മുടെ ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ ഇടതുവശത്തെ എല്ലാ എച്ചസിനെ നമുക്ക് RHS ആക്കി എഴുതാം. ഇവിടെ എന്താണോ അപ്പർ ലിമിറ്റ് അത്, അതായത് എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അപ്പൊ അതേ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് ഇതിനെയും കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എഴുതുന്നു ആൾസോ ഐ ഈസ് ഈക്വൽ ടു എന്താ 0-π/2 സൈൻ π/2 മൈനസ് എക്സ്. ഇവിടെ എക്ക് പകരം π/2 ആണ്. അപ്പോൾ π/2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ π/2 മൈനസ് എക്സ് പ്ലസ് കോസ് π/2 മൈനസ് എക്സ് എന്ന് നമ്മൾ എഴുതി. എന്ത് യൂസ് ചെയ്ത? യൂസിങ് പ്രോപ്പർട്ടി. ഏതാ എഴുതുന്നത്? നമ്മളിവിടെ എഴുതുന്നു യൂസിങ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി എത്രാമത്തേതാ? പ്രോപ്പർട്ടി 4. ഇക്വേഷൻ നമ്പർ എൻ്റെ ആൻസർ നോക്കിക്കോ. π/2 എന്ന് പറഞ്ഞാൽ 90 അല്ലേ? സൈൻ 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ് എക്സ് അല്ലേ? സോ 0-π/2 കോസ് എക്സ് എന്ന് എഴുതിക്കൂടെ? ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററിനെയോ? സൈൻ π/2 മൈനസ് എക്സ് എന്താ? കോസ് എക്സ് പ്ലസ് കോസ് π/2 മൈനസ് എക്സ് എന്താ? സൈൻ എക്സ്. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ എന്തെന്നിരിക്കട്ടെ? 2 എന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതി കഴിഞ്ഞോ തന്നിരുന്നത്. രണ്ടാമത്തെ നമ്മൾ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈൻ π/2 മൈനസ് എക്സിന്റെ വില കോസ് എക്സ് എന്ന് കിട്ടി. ഡിനോമിനേറ്റർ സൈൻ π/2 മൈനസ് എക്സ് കോസ് എക്സ്, അടുത്തത് സൈൻ എക്സ്. ഓക്കെ, ഈ ഒന്നാമത്തെ ഇക്വേഷന്റെയും രണ്ടാമത്തെ ഇക്വേഷന്റെയും ഡിനോമിനേറ്റർ സെയിം അല്ലേ? സോ വി ആഡ് 1 + 2. അതായത് ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ആഡ് ചെയ്യാൻ പോകുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇടതുവശം എന്താ വരുന്നത്? i + i ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരുന്നു? 2i എന്ന് വരുന്നു. ഇടതുവശം എന്താ വരുന്നത്? 2i എന്ന് വരുന്നു. ഓക്കെ, അപ്പൊ 2i is equal to വലതുവശം നോക്കിയേ, ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റർ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്തെഴുതും. അപ്പൊ ഇവിടെ എഴുതുന്നു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് നമ്മുടെ ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററും എന്ത് തന്നെ വരുന്നു? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ആദ്യത്തേല് സൈൻ എക്സ്, രണ്ടാമത്തേല് കോസ് എക്സ്. അപ്പൊ സൈൻ എക്സ് കോസ് എക്സ് തന്നെയാണ്. 0-π/2 തന്നെയാണ് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരുന്നു? ഡി എസ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം അല്ലേ? ആൻസർ എന്താ വരും? 1 dx എന്ന് വരൂല്ലേ? അതായത് ഇന്റഗ്രൽ എന്തെന്ന് വരുന്നു? C2i is equal to ഇന്റഗ്രൽ 1 dx എന്ന് വരുന്നു. 0 എന്ത് തന്നെ? π/2. ഇനി നമുക്ക് ഇന്റഗ്രൽ എടുക്കാം. 1 dx ന്റെ ഇന്റഗ്രൽ എന്താ? ദാറ്റ് ഈസ് എക്സ്. 1 dx ന്റെ ഇന്റഗ്രൽ എക്സ്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാ? 0-π/2 റൈറ്റ് സൈഡിൽ. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് ഇതിന്റെ ആൻസർ എന്ത് വരും? π/2 മൈനസ് 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ? π/2 തന്നെ. അത് 2iയുടെ വിലയല്ലേ π/2 എന്ന് പറഞ്ഞത്? നമുക്ക് 2iയുടെ വിലയാണോ കാണേണ്ടത്? iയുടെ വിലയല്ലേ കണ്ടുപിടിക്കേണ്ടത്? ദാറ്റ് ഈസ് i is equal to π/2 divided by 2. That is equal to π/4. π/4 is the answer. Okay, thank you.